മലിക്കുൽ മുദഫർ മൗലിദിന്റെ വേദി സംഘടിപ്പിച്ച സദസ്സിലേക്ക് ആലിമീങ്ങളുടെ ഒഴുക്കായിരുന്നു, സൂഫിയാക്കളുടെ ഒഴുക്കായിരുന്നു, മാദിഹീങ്ങൾ ഒഴുകുകയായിരുന്നു. മുഴുവൻ ആളുകളും ഇർബലിനെ കൊള്ള തേടിച്ചെല്ലുകയായിരുന്നു. അന്നത്തെ ഉലമാക്കൾ മുഴുവനും ചെല്ലുമ്പോ അൽ മലിക്കുൽ മുദഫറിന്റെ രാജകീയ മൗലിദ് സദസ്സിൽ 5000 ആടിനെ അറുത്തിട്ടുണ്ടെങ്കിൽ, 10,000 കോഴിയെ അറുത്തിട്ടുണ്ടെങ്കിൽ, 1,30,000 പാത്രങ്ങളിൽ അലുവ നിരത്തിയിട്ടുണ്ടെങ്കിൽ, 3 ലക്ഷം പൊന്ന് പ്രതിവർഷവും മൗലിദിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കാണുന്നവരാരാണ്? ആഖിറത്തിന് വേണ്ടി സുജൂദിൽ കിടക്കുന്ന, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഈ ദുനിയാവിനൊരു വിലയും കൽപ്പിക്കാത്ത, തെറ്റ് കണ്ടാൽ ഉടനെ പ്രതികരിക്കുന്ന മഹാന്മാർ, ഔലിയാക്കൾ, നമ്മുടെ മുൻകഴിഞ്ഞു പോയ അയിമ്മത്ത്, അവരെ കണ്ടപ്പോൾ ഓടിയടുത്തില്ലേ? അവരെല്ലാം സദസ്സിൽ ഇരുന്നില്ലേ? അതിൽ കോടീശ്വരന്മാർ, പ്രമാണിമാർ, ലോകം തിരിഞ്ഞവർ, എല്ലാ തിരക്കുള്ളവരും ഉണ്ടായില്ലേ? അതിൽ മന്ത്രിമാരുണ്ട്, രാജാക്കന്മാരുണ്ട്. അയൽ രാജ്യങ്ങളിലെ മന്ത്രിമാരും രാജാക്കന്മാരും വരുന്നത് എങ്ങോട്ടാ? മുത്തുനബിയുടെ മജ്ലിസ് സംഘടിപ്പിച്ച മലിക്കുൽ മുദഫറിന്റെ വേദിയിലേക്ക്. വിദഅത്താന്ന് പറയാൻ ഒരു കുഞ്ഞിന് തോന്നിയില്ല. തോന്നിയിട്ടുണ്ടെങ്കിൽ ചരിത്രമാണ് പറയേണ്ടത്. തോന്നി എന്നത് നാമല്ല പറയേണ്ടത്.